SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ കയറി ഇരുന്ന നാൾ മുതൽ തന്നെ ആ സമുദായത്തെ മുഴുവനായി തൻ്റെ കുടുംബ സ്വത്ത് പോലെ മാറ്റിയെടുക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു. KK മഹേശൻ അടക്കമുള്ളവരെ വലം കൈയായി ഗുണ്ടായിസത്തിൻ്റെ എല്ലാ രീതിയിലും പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയും ഒടുവിൽ KK മഹേശൻ വെള്ളാപ്പള്ളിയെ ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ നടേശൻ പറയുന്നു UDF 98 സീറ്റുമായി അധികാരത്തിലെത്തിയാൽ താൻ സ്ഥാനം ഒഴിയും എന്നുള്ളത്. ഈഴവ കോൺഗ്രസിലെ നേതാക്കളായിട്ടുള്ള VM സുധീരൻ അടക്കമുള്ളവർ ശക്തമായി പറയുന്നു UDF തിരികെ എത്തേണ്ടതിൻ്റെ ആവശ്യകത. ഇടതുപക്ഷത്തിനകത്ത് ഒരു മേജർ ഷെയർ വോട്ട് പിന്നാക്ക വിഭാഗക്കാരിൽ, പ്രത്യേകിച്ച് OBC വിഭാഗക്കാരിൽ ഈഴവർക്കാണുള്ളത്. എന്നാൽ കോൺഗ്രസ്സിന് കുറേയധികം നാളുകളായി ഈഴവ വോട്ടുകളൊന്നുമല്ല അവരുടെ പോക്കറ്റിൽ വീഴുന്നത്. എന്നാൽ K സുധാകരൻ അധ്യക്ഷനായതിനു ശേഷം പ്രത്യേകിച്ചും വലിയ തോതിൽ തീയ ഈഴവ വോട്ട് ബാങ്കിലേക്ക് വലിയ തോതിൽ ആകർഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം, KPCC അധ്യക്ഷന്മാരിൽ മുമ്പ് ഈഴവ സമുദായത്തിൽ നിന്നും VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും അധ്യക്ഷന്മാരായിട്ടുണ്ട്. അവരൊന്നും കാലാവധി തികച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രമേശ് ചെന്നിത്തലയെ പോലെയോ അതല്ലെങ്കിൽ തെന്നല ബാലകൃഷ്ണപിള്ളിയെ പോലെയോ ദീർഘനാൾ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. അതിനുള്ള പരമാവധിയുള്ള ഗ്രൂപ്പ് കളികളൊക്കെ നടക്കുന്നുമുണ്ട്. കോൺഗ്രസ്സുകാർ പൊതുവെ ഈഴവ വിരോധികളാണ് എന്ന രീതിയിലും VD സതീശൻ പൊതുവെ ഒരു വലിയ ഈഴവ വിരോധിയാണെന്നും വരുത്തി തീർക്കാനുള്ള നടേശൻ്റെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു പരിധിവരെ അത് പല പ്രവർത്തകരും വിശ്വസിക്കുന്ന രീതിയിലേക്കാണ് നടേശൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇവിടെ സതീശൻ വളരെ വ്യക്തമായി തന്നെ പറയുകയാണ് UDF അധികാരത്തിൽ വരും, എന്നാൽ മെജോറിറ്റി എത്രയായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ 80 സീറ്റുകൾ നേടിക്കൊണ്ടാണ് UDF വരുന്നതെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന രീതിയിലേക്കൊക്കെയാണ് ചോദ്യം വരുന്നത്. പക്ഷേ പല CPIM-ലെ നേതാക്കളും, പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ ഉൾപ്പെടെ വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന് വെള്ളാപ്പള്ളിയെ ജയിലിലാക്കാൻ വേണ്ടി നിർണായക നീക്കങ്ങൾ താൻ നടത്തും എന്ന് കൃത്യമായി മൈക്കിന് മുമ്പിൽ പ്രസംഗിച്ച സാഹചര്യങ്ങളുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ VS അച്യുതാനന്ദൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളതാണ്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ മകനും വെള്ളാപ്പള്ളിയും ചേർന്ന് നടത്തുന്ന നാടകമാണ് ഏറ്റവും ഫലിതം. കോൺഗ്രസ്സുകാരെ മുഖ്യ ശത്രുക്കളാക്കി മകൻ BDJS BJPയുമായി സഹകരിക്കുന്നു, വെള്ളാപ്പള്ളി ഇടതുപക്ഷവുമായി സഹകരിക്കുന്നു. ഏതൊക്കെ രീതിയിൽ കലങ്ങി മറിഞ്ഞാലും കേന്ദ്രത്തിലും കേരളത്തിലും നല്ല രീതിയിലുള്ള പിടിപിടിക്കാൻ വേണ്ടിയുള്ള നീക്കം, എസൻസ് സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്ന കാശും അവിടെ അധ്യാപകരെ നിയമിക്കുന്നത് വഴി കിട്ടുന്ന വലിയ തോതിലുള്ള ഡൊണേഷനുമൊക്കെ സ്വന്തം വീട്ടിലെ കുടുംബാധിപത്യത്തിന് വേണ്ടിയുള്ള ഉപയോഗത്തിനാണ് വെള്ളാപ്പള്ളി ഉപയോഗിക്കുന്നത്. SN കോളേജുകൾ ഒക്കെ കാണണം. കുടിപ്പള്ളിക്കൂടം തോറ്റുപോകുന്ന രീതി, ഒരു വികസനവും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പുതിയ ഫെസിലിറ്റികളോ നൽകാതെയുള്ള ഇത്തരത്തിലുള്ള ഒരു അവഗണനയാണ് നേരിടുന്നത് എന്നുള്ളത് ഗോകുലം ഗോപാലൻ തുറന്നടിച്ചതാണ്. പിണറായിയുമായി അടുത്ത സൗഹൃദം പങ്കിടുന്ന ഗോകുലം ഗോപാലൻ ഇപ്പോൾ മാറി തുടങ്ങുന്ന, അതായത് പിണറായിയുമായി അത്ര ലോഹ്യത്തിലല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ കൊണ്ടുപോവുകയാണ്. ഒന്ന് ആലോചിക്കണം, നടേശനെതിരെ ഗോകുലം ഗോപാലൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചൊടുവിൽ പോലീസ് കേസ് ഉൾപ്പെടെ വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ വലിയ തോതിലുള്ള ഒരു ഹോൾഡാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എന്നിരുന്നാൽ ഒരു വലിയ നീക്കം തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ കോൺഗ്രസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്.